തീർച്ചയായും നമുക്ക് പൂരവിശേഷങ്ങളിലേക്ക് തന്നെ പോകാം. എബിയും ഭദ്രയും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നേരത്തെ നമ്മൾ സുനിൽകുമാറിൻ്റെ ഈ ഒരു സാമ്പിൾ വെടിക്കെട്ട് കണ്ടു. കാരണം ഈ തെരഞ്ഞെടുപ്പാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് എന്നതിനേക്കാൾ സാംസ്കാരികമായി എല്ലാ ഘട്ടങ്ങളിലും പൂരവുമായി ഇഴചേർന്ന് പോകുന്ന ഒരു വ്യക്തിത്വമാണ് വി എസ് സുനിൽകുമാർ എന്ന് എല്ലാ ഘട്ടങ്ങളിലും നമുക്കറിയാവുന്നതാണ്. എല്ലാ പൂരങ്ങൾ വരുമ്പോഴും അവിടെ മൈതാനത്ത് താളം പിടിച്ചും ജനങ്ങളുമായി സംവദിച്ചും ഒക്കെ, തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പോലും ഇനി മന്ത്രിയായിരിക്കുമ്പോഴൊക്കെയും സുനിൽകുമാർ അവിടെ ഉണ്ടാകും. അപ്പോൾ തീർച്ചയായും തെരഞ്ഞെടുപ്പ് കൂടിയാകുമ്പോൾ അതിൻ്റെ കൂടി ആവേശം കൂടി ഈ സാംസ്കാരിക ഉത്സവത്തിലേക്ക് ഇഴചേരുകയാണ്. അതാണ് സുനിൽകുമാർ നേരത്തെ സൂചിപ്പിച്ചത്. ശുഭവിശ്വാസത്തിൽ ഈ ഒരു ക്ലാസിക്കൽ വശങ്ങളൊക്കെ ആസ്വദിക്കുകയാണ്. എന്തായിരുന്നാലും ഞങ്ങൾ പൂരനഗരിയിലേക്ക്, കേരള വിഷൻ്റെ തത്സമയ പരിപാടി പൂരനഗരിയിലേക്ക് നമ്മൾ പോവുകയാണ്. പൂരം പൊടിപൂരത്തിലേക്ക് പോവുകയാണ്. എബി, ഭദ്ര അങ്ങെടുത്തോ? എന്തായാലും പൂരത്തിന്റെ ആവേശം അത് പൂരത്തിന് കൊടികേറി അന്ന് മുതൽ തന്നെ മുമ്പെങ്ങുമില്ലാത്ത വിധമുള്ള ഒരു സ്വീകാര്യത, അതിനനുസരിച്ചുള്ള ഒരു ജനപിന്തുണയൊക്കെ തന്നെ ഇത്തവണത്തെ പൂരത്തിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയാനായിട്ടുള്ളത്. അത് ആ പൂരത്തിന് കൊടികേറി അന്ന് മുതൽ തന്നെ, ഇന്നലെ ഇപ്പോൾ സാമ്പിൾ വെടിക്കെട്ടായിരുന്നു, അതിനും നമ്മൾ നേരത്തെ എങ്ങും കാണാത്ത നിലയ്ക്കുള്ള വലിയ രീതിയിലുള്ള തിരക്ക്, ഒരു വലിയ രീതിയിലുള്ള ജനസഞ്ചയത്തെ തന്നെ നമുക്ക് ഈ സ്വരാജ് റൗണ്ടിന് ചുറ്റും ഒപ്പം തന്നെ ഇതിന് ചുറ്റിനുമുള്ള കെട്ടിടങ്ങളിലൊക്കെ തന്നെ ഈ മുകൾ നിലകളിലൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഇത്തവണത്തെ പൂരത്തെ കുറച്ചുകൂടി സ്പെഷ്യലാക്കുന്നതും. അങ്ങനെ കുറേ ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമ്മളെല്ലാവരും നിൽക്കുന്നത് ഇപ്പോൾ ഈ തെക്കേ ഗോപുര നടയിലാണ്. ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും ഗ്ലാമർ ആയിട്ടുള്ളൊരു ഫ്രെയിമിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പിൽ തന്നെയാണ് എല്ലാവരും ഇനിയിപ്പോൾ ഇവിടേക്ക് എത്തുന്നത്. പൂര വിളംബരം അത് ഈ തെക്കേ ഗോപുര നട തുറന്ന് നീതലക്കാവിൽ ഭഗവതിയുടെ തിടം പേറ്റിക്കൊണ്ട് എറണാകുളം ശിവകുമാറാണ് ഇത്തവണ എത്തുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരിക്കൽ മാത്രമേ തുറക്കുള്ളൂ എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. തീർച്ചയായും അതും പൂരത്തിന്റെ ആ ഒരു വിളംബരം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയാനായിട്ടുള്ളത്. എന്തായാലും ഇവിടെ നിരവധിയായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. ഇവർ രാവിലെ മുതൽ തന്നെ ഇവിടെ ഇങ്ങനെ ഇത്തരത്തിൽ നടക്കുന്ന ആളുകൾ, ഒപ്പം തന്നെ സ്ഥിരമായി ഈ തേക്കിൻകാട് മൈതാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജീവിതങ്ങൾ തന്നെയാണ് ഇവരുടെയൊക്കെ ഒരു ദിനചര്യയിൽപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് ഇതെന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ട്. അപ്പോൾ പൂരം ദിവസത്തിൽ നമ്മൾ ഒരുപക്ഷെ പൂരം ദിവസത്തിൽ മാത്രമായിരിക്കും വരും, പക്ഷേ ഇവർക്കത് അങ്ങനെയല്ല എന്നുള്ളൊരു കാര്യം കൂടി. എന്തായാലും പൂരത്തിന് ഇന്ന് നടക്കാനിരിക്കുന്ന ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് എബി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തെക്കോട്ടിറക്കം എന്ന് പറയുന്ന ഈ ഒരു ചടങ്ങ് തന്നെയാണ്. അത് എറണാകുളം ശിവകുമാർ തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അത് ചെയ്തുകൊണ്ടിരുന്നത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായിരുന്നു. പക്ഷേ ചില വിവാദങ്ങളൊക്കെ നമുക്കറിയാം. അതിനിപ്പോൾ ഈ ഒരു നല്ല സന്തോഷമുള്ള സമയത്ത് നമുക്കത് പറയേണ്ട, പക്ഷെ തൃശ്ശൂരുകാരി എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യം കൂടിയാണ്. എന്നിരുന്നാലും ശിവകുമാർ അത് ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. നമ്മുടെ തൃശ്ശൂർ അതന്നെ നമ്മൾ ഈ കഴിഞ്ഞ തവണയും നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇന്ന് കുറേ കഥകൾ അല്ലേ, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ഇത്തവണ എങ്ങനെയാ പൂരം എന്ന് പറഞ്ഞാലേ, പൂരം എന്ന് പറയുമ്പോൾ മാത്രമല്ല, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഡ്രസ്സിൽ എഴുതിയാണ് പോലെ നമ്മൾ ഐ ലവ് യു അല്ലെങ്കിൽ ഐ ലവ് കോഴിക്കോട്, ഐ ലവ് കൊച്ചി എന്നൊക്കെ എഴുതണ പോലെ നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ തൃശ്ശൂർ. അല്ലാണ്ട് വേറെ ഒന്നും തന്നെ അതിൽ പറയല്ലേ വേണ്ട. ഡെക്കറേഷൻസ് എന്ന് പറഞ്ഞാൽ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂരിൻ്റെ ഒരു വികാരമാണ്. കുമ്പത്തിലെ പൂരം, കുട്ടനല്ലൂർ പൂരം, മീനത്തിലെ പൂരം, ആറാട്ടുപുഴ പൂരം, ആറാട്ടുപുഴ പെരുവനം പൂരം, അതങ്ങനെ തികച്ച് പറയണം, കാരണം പെരുവനം കമ്മിറ്റിയാണ്. അപ്പോൾ പിന്നെ ഉള്ളത് മേടത്തിലെ പൂരം, കത്തുന്ന വെയിലിൻ്റെ പൂരമാണ് ഈ മേടത്തിലെ പൂരം, തൃശ്ശൂർ പൂരം. ഒരു രക്ഷയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂരങ്ങളുടെ തൃശ്ശൂരാകുമ്പോൾ ഇങ്ങനെയാണ് 3 പൂരങ്ങൾ പ്രധാനമായിട്ട് വരുന്നത്. ഈ പൂരങ്ങളുടെ ഇടയിലുള്ള കാലം ഞങ്ങളിങ്ങനെ ആഘോഷിച്ച് തീർക്കുകയാണ്, ഒരു രക്ഷയില്ലാണ്ട്. എന്ന് വെച്ചാൽ പൂരം ഇവിടെ ഒരു എന്താ പറയുക, നിങ്ങൾ ഇന്ന് വരുന്നത് തന്നെ കണ്ടില്ലേ, ഇത്രയധികം ചാനലുകൾ ഒരു പരിപാടിക്ക് വേണ്ടി ഒരു സ്ഥലത്ത് ഒത്തുകൂടുക എന്ന് പറയുന്നത് കേരളത്തിലല്ല ലോകത്തിൽ തന്നെ അത്ഭുതമാണ്. കേരളത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു ഏറ്റവും അധികം ഇത്രയധികം പ്രാദേശിക ചാനലുകൾ ഭാഷയിലുള്ളത്. അവരൊക്കെ കൂടിയിട്ട് ഒരു സ്ഥലത്ത്, അത് ഈ എന്താ പറയുക, ലോകത്തെ കേരളം കാണുന്ന തെക്കേ ഗോപുര നടയിൽ വന്നിങ്ങനെ ഒത്തുകൂടുമ്പോൾ അതിൻ്റെ ഒരു സൗന്ദര്യം, അത് നിങ്ങൾ ഒത്തുകൂടുമ്പോൾ ലോകം പിന്നെയും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഇങ്ങനെ ആകർഷണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റത്തവണ വന്നാൽ പിന്നെ അടുത്ത തവണ എന്തായാലും വരണം. ഒരു രക്ഷയില്ല. ചൂടൊക്കെ എന്ത് ചൂട്. അല്ല, ഒരു കൊല്ലത്തെ ഞങ്ങളുടെ കാത്തിരിപ്പാണ്, അല്ലെങ്കിൽ ഒരു കൊല്ലത്തെ പ്രയത്നങ്ങളാണ്. അത് നാളെ കൊട്ടിക്കലാശിക്കുകയാണ്. അത് കഴിഞ്ഞാൽ മറ്റന്നാൾ തൊട്ട് വീണ്ടും അടുത്ത കൊല്ലത്തെ പൂരത്തിനുള്ള പരിപാടികൾ തുടങ്ങുകയാണ് ഞങ്ങളിവിടെ.
അപ്പോൾ ഇതൊരു ഞങ്ങളുടെ എല്ലാവരും ഒരു ഉത്സവമാണ്, ഞങ്ങൾക്ക് ഇത് ഒഴിവാക്കാൻ പറ്റില്ല. ഇതില്ലെങ്കിൽ പൂരമില്ലെങ്കിൽ തൃശ്ശൂരില്ല, തൃശ്ശൂരില്ലെങ്കിൽ പൂരവും ഇല്ല. അതാണ് പറയില്ലേ പാറമേക്ക, അതായത് 8 ഘടകങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് തിരുവമ്പാടിയും പാറമേക്കാവുമാണ്. ഒരു കോമ്പറ്റീഷൻ ലെവലിലാണ് പോകുന്നതെന്ന് പറയാറുണ്ട്. അതെ, ഏതിനാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? അങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ ഇല്ല, കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇവിടെ നാട്ടുകാർക്കേ ഉള്ളൂ. ഞങ്ങളൊക്കെ ഈ 2 പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഈ 2 അമ്പലങ്ങളിലും അങ്ങോട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കോമ്പറ്റീഷൻ ഒന്നുമില്ല. ഇവിടെ പാറമേക്കാവ്, ഞാൻ തിരുവമ്പാടി തട്ടകത്തിലെ ആളാണ്, പാറമേക്കാവ് തട്ടകത്തിലാണ് ഞങ്ങൾ ഒരുമിച്ചല്ലേ നിൽക്കുന്നത്. കോമ്പറ്റീഷൻ നന്നാവണമെന്നുണ്ട്, പക്ഷെ അങ്ങനെ കോമ്പറ്റീഷൻ ഒന്നും എല്ലാത്തിനും സഹകരിച്ചിട്ടാണ് ചെയ്യുന്നത്. പാറമേക്കാവിന് കുറവുണ്ടെങ്കിൽ തിരുവമ്പാടി കൊടുക്കും ചെയ്യുന്നത്. അപ്പൊ അതില്ല, പക്ഷെ നാട്ടുകാർ തീരുമാനിക്കും ആരാ വിജയിച്ച് ആരാ ഇത്തവണ വേറൊരു കാര്യം കൂടെ, 2 പേരും വെടിക്കെട്ടുകാരെ ഒരാൾ തന്നെയാണ്. അതിനൊരു നല്ലൊരു മത്സരത്തിനാണ് ഈ പറയുന്ന കുടമാറ്റത്തിലെ 2 വിഭാഗങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വർണ്ണാഭമായ ചടങ്ങുകൾ അതിലുണ്ടാവണം എന്നുള്ളതാണ്. കുടമാറ്റം, അത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ചടങ്ങാണ് ഈ കുടമാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നാളെയാണ് കുടമാറ്റം നടക്കുന്നത്. അപ്പോൾ അതിലൊരു ചെറിയ കോമ്പറ്റീഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ മാത്രം തന്നെ ഉള്ളൂ, കുറച്ച് വെടിക്കെട്ടിലും കോമ്പറ്റീഷനിലും. പക്ഷെ ഇപ്രാവശ്യം വെടിക്കെട്ടും നമ്മൾ സൗഹൃദമായിരുന്നു. സൗഹൃദത്തിൽ ആദ്യമായിട്ടല്ലേ അങ്ങനെ വരുന്നത്? തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് 2 പേരുടെ ലൈസൻസി ഒരാളാവുന്നത്. ഇപ്പൊ ലൈസൻസുകളെ കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വേണ്ടി വന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതെന്താ വെച്ചാൽ 2 ദേവസ്വങ്ങളും ഒരുമിച്ച് സഹകരിച്ചാണ് ഇന്നും കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഏറ്റവും തെളിവാണ്. തിരുവമ്പാടിക്ക് ഒരു സമയം മേളപ്രമാണി ഇല്ലാതെ വന്നപ്പോൾ പാറമേക്കാവിൻ്റെ പ്രധാനിയായിരുന്ന കിഴക്കൂട്ട് അനിയന്മാരുടെ തിരുവമ്പാടിയിലേക്ക് വന്നത്. അവിടെയും ഒരു ക്രൈസിസ് വന്നപ്പോൾ ഇദ്ദേഹത്തിന് തിരിച്ചങ്ങോട്ട് കൊടുക്കാനും തിരുവമ്പാടിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, അതൊരു കൂട്ടുകെട്ടാണ്. അതാണ് ഇത് തൃശ്ശൂർക്കാരുടെ പൂരമാണല്ലേ. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു വികാരമാണ്, വെറും ഒരു ആഘോഷം മാത്രമല്ല. ബാക്കിയുള്ള ലോക ജനതയെ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ടൊരു വികാരമാണ്. നമ്മുടെ ഒരു കൊല്ലമായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു ആഘോഷമാണ്. ചേച്ചിമാരൊക്കെ പറയും നിൽക്കല്ലേ, കേറി വരണേ. ഇങ്ങോട്ട് വരൂ. നമ്മളെന്തായാലും സ്ത്രീ പ്രാതിനിധ്യമൊക്കെ നമ്മൾ ഒരുപാട് പറയും, പക്ഷേ ഒന്നും അല്ലേ, പുരുഷന്മാരെല്ലാം തിരഞ്ഞത് മാത്രം പറഞ്ഞാൽ പോരാ, കുറച്ച് കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ. അത് മാത്രല്ല ഇപ്രാവശ്യം VIP പവലിയൻ ഇല്ല, അല്ല ഗാലറി ഇല്ല, അപ്പുറത്തേക്ക് മാറ്റി. അതെ, സ്ത്രീകൾക്ക് കുറച്ചും കൂടി കാണാനുള്ള സൗകര്യം ഒരുക്കി എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് സ്ത്രീകൾക്ക് പ്രശ്നമൊന്നുമില്ല പൂരം വരാൻ. പണ്ടൊന്നും ഞങ്ങൾ വീട്ടിൽ നിന്ന് വിടില്ലായിരുന്നു. ഇപ്പൊ വരാൻ കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അന്ന് തോണ്ടിയവരൊക്കെ ഇപ്പൊ പ്രായമായി, ഇപ്പൊ അവരാരും നോക്കുന്നില്ല. ചെറുപ്പക്കാർക്ക് തോണ്ടേണ്ട ആവശ്യമില്ല. കാര്യം എന്താ വെച്ചാൽ തൃശ്ശൂർ നഗരഹൃദയത്തിലുള്ള ആളുകളാണ് ഇവരൊക്കെ, വീടുകൾ ഇവിടെയാണ്. അപ്പം തന്നെ ഇവർക്ക് പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു തൃശ്ശൂർ പൂരത്തിന് സ്ത്രീകൾ ഒറ്റയ്ക്ക് വരില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഇവരൊക്കെ ഒറ്റയ്ക്ക് വരികയാണ് പൂരത്തിന്. നാളെ ഇപ്പോൾ പൂരത്തിന് വന്നു കഴിഞ്ഞാൽ അവിടെ ഇവിടേക്ക് ഒറ്റയ്ക്ക് നിൽക്കണം. കാരണം പോലീസിനെ നമ്മൾ എപ്പോഴും പറയേണ്ടതുണ്ട്. പോലീസിൻ്റെ നമ്മൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോഴും പോലീസിൻ്റെ സേവനം അത് തൃശ്ശൂർ പൂരത്തിനുള്ള പോലെ വേറെ എവിടെയെങ്കിലും ും ഒരു പ്രശ്നമില്ല. അത് ഇപ്രാവശ്യം അവരുടെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ അവർ പറയുന്നുണ്ട്, വിവിധ സ്ഥലങ്ങളിൽ ഒരു കൺട്രോൾ റൂമിനപ്പുറം 4 കൺട്രോൾ റൂമുകൾ പൂരപ്പറമ്പിൻ്റെ വിവിധ ഇടങ്ങളിൽ ഒരുക്കിയിട്ടുണ്ടെന്ന്. അതെ, പോലീസിനുള്ള നന്ദി, അതുപോലെ ദേവസ്വങ്ങൾക്കുള്ള നന്ദി, ഇത് നടത്തിപ്പുകാർക്കുള്ള നന്ദി, വളമാല കച്ചവടക്കാർക്ക്, കൈനോട്ടക്കാർക്ക്. അങ്ങനെ പൂരം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന കുടമാറ്റത്തിൻ്റെയും ഇതിൻ്റെയും മാത്രം കാഴ്ചയല്ല, ഈ വരുന്ന ചാനലുകാരടക്കം ഇത് ആഘോഷിക്കാൻ വരുന്ന എല്ലാവരുടെയും ശ്വാസം തന്നെയാണ് പൂരം. ആ പൂരത്തിനെയാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ കാണുന്ന പ്രധാനമായി കാണുന്ന കാഴ്ചകൾക്കപ്പുറം ഈ ചെറിയ ചെറിയ കാഴ്ചകളും പൂരത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണ്. രാത്രി വരുമ്പോൾ പാർക്കിൻ്റെ സൈഡിൽ കൈ നോക്കാനിരിക്കുന്നവരുടെ അവർ ചിലപ്പോൾ ഒരു വർഷത്തെ വരുമാനം എല്ലാ കൊല്ലം എനിക്ക് അവർ കോടി കിട്ടും, പിന്നെ എന്താ ലക്ഷങ്ങൾ വിരിയിക്കും. ചേച്ചി പറയുന്നുണ്ട് ചേച്ചിയുടെ കയ്യിൽ നിന്ന് രാവിലെ നോക്കിയായിരുന്നു, എന്താ പറഞ്ഞ പോലീസിലെടുക്കുന്നു, പോലീസിൽ കയറാൻ സാധ്യത ഉണ്ടെന്ന്. ഭർത്താവ് വലിയ സമ്മാനം തരുന്നു, പക്ഷെ ഇതുവരെ തന്നിട്ടില്ല. ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ, കാന്തേ നീയും പോരേ തൃശിവ പേരൂർ
പൂരം കാണാൻ പൂരമെനിക്കൊന്ന് കാണണം കാന്താ പൂരമെനിക്കൊന്ന് കാണണം കാന്ത തിമിലെനിക്കൊന്ന് കൊട്ടണം കാന്താ തിമിലെനിക്കൊന്ന് കൊട്ടണം കാന്ത കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. ഏറ്റവും സന്തോഷം എല്ലാവരോടും ഈ ഒരു കൂട്ടത്തിൽ നമ്മുടെയൊക്കെ ഈ ഒരു പൂരത്തിന്റെ വിശേഷങ്ങൾ നമ്മളൊക്കെ ആയിട്ട് പങ്കുവെച്ച് നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവെച്ചതിന് ഒരുപാട് സ്നേഹം, നന്ദി. എന്തായാലും പൂരത്തിന്റെ ദിവസങ്ങളിൽ നമ്മൾ ഇനിയും കാണണം, ഇനിയും മണിക്കൂറുകൾ ഉറപ്പായിട്ടും. എല്ലാ ദിവസവും ഉണ്ടാവും. ഞങ്ങൾ പൂരത്തിലല്ലേ വരാറുള്ളൂ, അതുകൊണ്ടാണ്. തൃശ്ശൂർക്കാർക്ക് ശരിക്കും വീട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോക്കുണ്ടാവില്ല. ഇതിന്റെ അകത്ത് എവിടെയെങ്കിലും ഒക്കെ ചുറ്റിക്കറങ്ങിയിട്ടുണ്ടാവും. ബിക്കോസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഹെവനാണിത്, തേക്കിങ്ങാട് മൈതാനം. സത്യം പറഞ്ഞാൽ നേരത്തെ ചേട്ടൻ പറഞ്ഞല്ലോ, പറയേണ്ടതുണ്ട്. കേരള വിഷൻ എന്ന് പറയുന്നത് നമുക്കറിയുന്ന പോലെ കേരള വിഷൻ ഒരു പുതിയ സംരംഭമാണ്. ഇത് കേരളത്തിൽ മാത്രം കാണുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ഒരു കൂട്ടായ്മയുടെ സംരംഭമാണ്. എല്ലാ ചാനലുകളും കൂടി അല്ലെങ്കിൽ പ്രാദേശികമായി നടത്തുന്ന ചാനലുകൾ കൂടി വലിയൊരു ഭീമന് അല്ലെങ്കിൽ ഭീമമായ വലിയ ചാനലുകൾക്ക് അപ്പുറം നിൽക്കുന്ന, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഈ ഒരു കേരള വിഷന് പൂരത്തിന്റെ എല്ലാവിധ ആശംസകളും നാട്ടുകാരെ ഒത്തിരി സ്നേഹം. എന്തായാലും ഇത്തരത്തിലുള്ള വാക്കുകൾ തന്നെയാണ് നമുക്ക് കേരള വിഷൻ അഭിമാനമാണ്, കേരളത്തിന്റെ അഭിമാനമാണ് കേരള വിഷൻ. കാരണം ഒരു സംശയവുമില്ല, ചാനലിനപ്പുറം വരാൻ പൂരത്തിന് വരാൻ പറ്റാതെ വീടുകളിൽ ഇരുന്നിട്ട് പൂരം ആഘോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്, ചാനലുകാരുള്ളത് കൊണ്ട് മാത്രം. കേരള വിഷനെ കുറിച്ച് പറഞ്ഞു. അതെ, കേരള വിഷൻ എന്ന് പറഞ്ഞൊരു ചാനല് നമുക്കറിയുന്ന പോലെ ഒരു കൂട്ടായ്മയാണ്. അത് കേരളത്തിന് മാത്രം സാധിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. കാരണം കുറേ പ്രാദേശികമായിട്ട് ഓരോ ജില്ലകളിലെയും എല്ലാവരെയും കൂടി ഒത്തുപിടിച്ച് ഒരു വലിയൊരു ചാനലായി മാറാനായിട്ട് ഇവർ കാണിച്ച ഒരു ആർജവം, അതിൻ്റെ സംഘാടനം, ഇന്നിപ്പോൾ അത് വന്ന് നിൽക്കുമ്പോൾ, ഈ പൂരത്തിന് വന്ന് നിൽക്കുമ്പോൾ കേരളത്തിൽ മുഴുവൻ ഇവരുടെ ഈ സംപ്രേഷണം എത്തുന്നുണ്ട്, അല്ലെങ്കിൽ ലോകം മുഴുവൻ എത്തുന്നുണ്ട്, ഒരു ചാനലായിട്ട് എത്തുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് കേരളത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണെന്ന് തന്നെ അഭിമാനത്തോടു കൂടി പറയേണ്ടി വരും. കേരള വിഷൻ എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് പൂരാശംസകൾ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. തെക്കേ കോമരനടയിൽ നിന്ന് പൂരമില്ലെങ്കിലും ആഘോഷമില്ലെങ്കിലും എല്ലാ ദിവസവും ഞങ്ങളിവിടെ വന്നു പോകുന്നവരാണ്.